ഡൊമിനിക്, ഹണ്ട്, ജിംഖാന തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് റെട്രോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൂര്യനായകനായ പുതിയ സിനിമയായിരുന്നു റെട്രോ. പക്ഷെ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാൻ സാധിച്ചില്ല. ഇപ്പോഴത്തെ റെട്രോ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം ലാസ്റ്റ് വീക്കിലാണ് റെട്രോ സിനിമയുടെ OTT റിലീസ് തീയതി. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡൊമിനിക് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. മമ്മൂട്ടി, ഗോകുൽ സുരേഷാണ് ഡൊമിനിക്കിൽ അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. സർപ്രൈസ് ആയിട്ട് ഡൊമിനിക് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പക്ഷെ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഡൊമിനിക് തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. മെയ് മാസം 30 മുന്നേ ആമസോൺ പ്രൈമിൽ ഡൊമിനിക് OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് സിനിമ എത്തിയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമ വാങ്ങിച്ചിരിക്കുന്നത്. ഷാജി കൈലാസ് നിർമ്മിച്ച് ബാബനെയാണ് ഹണ്ട് സിനിമയിലെ നായിക. ഹണ്ട് ഒരു ത്രില്ലർ സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് ഹണ്ട് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് ആരാധകർ OTTക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മെയ് മാസം 23 മനോരമ മാക്സിലാണ് ഹണ്ട് സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി. അതുകൊണ്ട് ഇനി മാറ്റം വരില്ല. കൃത്യസമയത്ത് തന്നെ ഹണ്ട് റിലീസിനെത്തും. അടുത്തൊരു അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജിംഖാന ഒരു ബോക്സിംഗ് മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല പ്രതികരണമാണ് ജിംഖാന സിനിമയ്ക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ആരാധകർ OTTക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ജിംഖാനയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. നസ്ലിനാണ് സിനിമയിലെ നായകൻ. ഒരുപാട് കോമഡിയും റൊമാൻസും സിനിമയിലുണ്ട്. ഖാലിദ് റഹ്മാനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴിതാ മെയ് മാസം 25 ആമസോൺ പ്രൈമിൽ ആലപ്പുഴ ജിംഖാന OTT റിലീസ് ചെയ്തേക്കും. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം റിലീസുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.